ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇഷ്ടക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു പഴയ ടാങ്ക് എങ്ങനെ നമുക്ക് പുതിയതാക്കി ഡെക്കറേറ്റ് ചെയ്തെടുക്കാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു പഴയ ടാങ്കാണ്. അപ്പോൾ അതിനകത്തുള്ള മീനുകളൊക്കെ പിടിച്ച് മാറ്റി നമ്മളിത് വറ്റിക്കുവാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ പുത്തൻ ടാങ്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ശ്രീരിമച്ചൻ ആ ഒരു പണിയിലാണ്, മീനെ പിടിക്കുന്ന പണിയിൽ. നമുക്ക് നമ്മുടെ ടാങ്ക് നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ കഴുകി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെളി നമ്മുടെ ടാങ്കിൽ ഉണ്ടാവും. നമ്മൾ വെള്ളം നിറയ്ക്കുമ്പോഴായിരിക്കും അതൊക്കെ അറിയാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കഴുകിയാൽ നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നല്ല രീതിയിലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഗൈസ് നമുക്ക് വെള്ളം ഒഴിക്കാട്ടെ. ഇതിൽ നമ്മളപ്പോൾ ഒരു ഓസ് ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെള്ളത്തിന് ഫോഴ്സ് കുറവാണ്, അത് കാരണം പതുക്കെയാണ് വെള്ളം വരത്തുള്ളൂ. അങ്ങനെ നമ്മുടെ വെള്ളം നമ്മൾ മുഴുവനായിട്ട് ഒഴിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളം ഒഴിച്ചപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ ഒരു ലുക്ക്. പിന്നെ കുറച്ച് പൊടികളൊക്കെ നമ്മുടെ അടിയിലുണ്ട്, അത് കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഈ പോണ്ടിനകത്തേക്ക് നമുക്കിനെ കുറച്ച് കല്ലൊക്കെ കൊണ്ടുപോയിടാം കേട്ടോ. ഗൈസ് നമ്മൾ ഡെക്കറേഷൻ വർക്കാട്ടോ ഈ കല്ലൊക്കെ. നിങ്ങൾ ഇങ്ങനത്തെ കല്ല് കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. നമ്മുടെ ശിവമാധവമാണ് നമുക്ക് ഈ കല്ല് തന്നത്, കുളത്തിലിടാൻ നല്ല രസമാണെന്ന് പറഞ്ഞപ്പോൾ. പിന്നെ നമ്മൾ ഇടുന്നതൊക്കെ വെള്ളാരം കല്ലുകളൊക്കെയാണ്. അതായത് ചില നാട്ടിൽ ഉരുളൻ കല്ല് എന്നൊക്കെ പറയും, നമ്മുടെ ഇവിടെ വെള്ളാരം കല്ല് എന്നാണ് പറയണത്. അതാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് പായലൊക്കെ ഇടാം കേട്ടോ. പായൽ മീൻസ് വെള്ളത്തിൻ്റെ ഉള്ളിലിടുന്ന പായൽ ഗൈസ്. അപ്പോൾ നമ്മൾ പായലിട്ടുണ്ട്. അപ്പോൾ കുറച്ചേ ഉള്ളൂ പായലൊക്കെ. എന്താണെന്ന് പറഞ്ഞാൽ വേനലൊക്കെ ആയിരുന്നു, കുറേ എണ്ണം കരിഞ്ഞൊക്കെ പോയി. അപ്പോൾ നമ്മൾ ഉള്ള പായലൊക്കെ ഇടുവാണ്. കുറച്ചാൾ കഴിയുമ്പോൾ തന്നെ ഇത് പടരും, പിന്നെ ഈ കുളം മൊത്തമാവും. പണ്ട് നമ്മുടെ ഒരു കുളത്തിൽ ഇതുപോലെ 2-3 എണ്ണം കൊണ്ടുപോയി നട്ടതല്ലേ, വെറുതെ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുമായിരുന്നു. പിന്നെ 2-3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആ കുളം ഫുള്ളായി ഗൈസ്. അപ്പോൾ നമ്മുടെ മച്ചാന് മീനിടാൻ പോവാണ്. അപ്പോൾ ഓരോ മീനും ഞങ്ങൾ കാണിക്കാം. ഒരു കിടിലം മീനുണ്ട്, ഇതിൻ്റെ പേരെന്താണെന്ന് ഞങ്ങൾ അറിയില്ല. ഞങ്ങൾ ഇവിടെ ഉണ്ടായൊരു മീനാണ് ഗൈസ്, കണ്ടോ, വാലക്കുള്ള മീനാണ്. ഈ മീനെ റിലീസ് ചെയ്യാം. നീ പോയി രക്ഷോട്ടോടാ. ഓക്കെ ഗൈസ്, അവനങ്ങനെ ഗൈസ് പുള്ളിക്ക് പോണ്ടൊക്കെ ഇഷ്ടപ്പെട്ട്. നമുക്ക് അടുത്ത മീനെ പഠിക്കാം. ഇതുപോലത്തെ തന്നെ കുറച്ച് മീനുകളുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. ഇത് അതേ ടൈപ്പ് മീനാണ്. നമ്മൾ അവനെയും കുളത്തിലേക്ക് റിലീസ് ചെയ്യുകയാണ്. മീൻ രക്ഷോട്ടോടാ, അവനും അങ്ങനെ പോയി ഗൈസ്. ഗൈസ് അടുത്ത മീൻ ഇത് അതുപോലത്തെ അല്ല ഗൈസ്, ഇത് വേറെ ടൈപ്പ് ഓഫ് ഡിസൈനാണ്. അതിൻ്റെ ബോർഡിലൊരു പുള്ളിയൊക്കെ ഉണ്ട്, അതെന്താണെന്ന് അറിയില്ല. ഇനി കുറച്ച് പൊടിക്കുഞ്ഞുങ്ങളൊക്കെയാണ്, അതിനെ പിന്നെ പ്രത്യേകിച്ച് കാണിക്കണ്ടല്ലോ ഗൈസ്. എല്ലാ പൊടിക്കുഞ്ഞുങ്ങളും ഏകദേശം ഒരുപോലെയാണ്. ഞങ്ങൾ മീനെ എല്ലാം ഒരുമിച്ച് അങ്ങ് ഇടാൻ പോട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി തീറ്റ ഇടുക കേട്ടോ. അതെ, നമ്മൾ മീൻ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.